ഈ പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി സഹോദരൻ ബാസി താനൂർ, സ്വാഗതം നിർവഹിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സബീൽ ചമ്രശ്ശേരി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും ജില്ലാ നേതാക്കളെ, സഹോദരന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 8 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ആ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഐതിഹാസികമായ മലപ്പുറം ജില്ലാ സമ്മേളന പ്രഖ്യാപന വേളയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. സ്വാഗത ഭാഷണത്തിലും മധ്യസ്ഥ പ്രഭാഷണത്തിലും ഈ മൂവ്മെന്റിന്റെ അടയാളപ്പെടുത്തലുകളെ കുറിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, മലപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ഏതേത് വിഷയങ്ങളിലാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, അതിന്റെ രൂപീകരണം മുതൽ ഇങ്ങോട്ടുള്ള ഒരു ചരിത്രത്തെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടിസ്ഥാനപരമായി കൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന ജനസമൂഹങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടങ്ങളുടെ തുടർച്ചയെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ കാലത്തും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സാമൂഹ്യനീതിക്കും സാഹോദര്യത്തിനും വേണ്ടിയുള്ള ഒരു പുതിയ പോർമുഖത്ത് നിലയുറപ്പിച്ച ഒരു പോരാട്ട സംഘടനയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവനും, ഇന്ന് ലോകത്തിന്റെ മനസാക്ഷിയെ തന്നെ നെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ അങ്ങ് ഫലസ്തീനിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിക്കൊണ്ട് ദിനംദിനെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ സയണിസ്റ്റ് ഹുങ്കിനെതിരെ ഒരു നാടിന്റെ ചെറുപ്പം, ഒരു നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അവിടത്തെ വൃദ്ധരായിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങൾ വരെ ഒന്നടങ്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമുണ്ട്. പിറന്ന മണ്ണിൽ പിഞ്ചുപാദങ്ങൾ ഉറപ്പിച്ച സ്വന്തം മണ്ണിൽ ജീവിക്കുവാനുള്ള അതിജീവനത്തിന്റെ പോരാട്ടത്തിന് വേണ്ടിക്കൊണ്ട് ദിവസവും പോർനിലത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആ ഫലസ്തീനിലെ പിഞ്ചുമക്കളോട്, ഗസയിലെ ജനസമൂഹത്തോട്, ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രാജ്യത്തുടനീളം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ക്യാമ്പസുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഈ രാജ്യത്തിന്റെ തെരുവുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആഗോളതലത്തിൽ, ലോകതലത്തിൽ ഇവിടുത്തെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ജനാധിപത്യം ധ്വംസിക്കപ്പെടുമ്പോൾ, പിറന്ന മണ്ണിൽ ജീവിക്കുവാനുള്ള ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുമ്പോൾ അവരോട് ഐക്യപ്പെട്ടുകൊണ്ട്, അവരുടെ പോരാട്ടത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ രംഗത്ത് വന്ന ഒരു വിപ്ലവ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ളത് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ അത് അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങ് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം, ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജനസമൂഹങ്ങളും, ഈ രാജ്യത്തെ ഓരോ പൗരനും ഇന്ന് അസ്വസ്ഥരാണ്. അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്താണ് അവരുള്ളത്. സംഘപരിവാർ ഫാഷിസത്തിനെതിരെ ഹിന്ദുത്വത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഈ രാജ്യത്തെ ന്യൂനപക്ഷ ജനസമൂഹങ്ങൾ കൊന്നടങ്കം നിയമം കൊണ്ടും അവരുടെ ഭരണകൂടത്തിന്റെ മുഴുവൻ ഹിംസാ സംവിധാനങ്ങളും ഏജൻസികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ആ ന്യൂനപക്ഷ ജനസമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അതിജീവന പോരാട്ടത്തിന് വേണ്ടിക്കൊണ്ട് ഇവിടത്തെ പോർമുഖത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ളത്. അതിന്റെ ഇക്കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാൻ സാധിക്കുമല്ലോ, ഏതാനും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പാണല്ലോ ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിലെ, ഈ മലപ്പുറം ജില്ലയിലെ
പാവപ്പെട്ടവരും പണക്കാരനും, ഇവിടുത്തെ ആണും പെണ്ണും, ഇവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലിറങ്ങിക്കൊണ്ട് ആസാദി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ രാജ്യത്തെ പിറന്ന വീണ മണ്ണിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടം മുഴക്കിക്കൊണ്ട് ഇവിടുത്തെ പൗരത്വ പ്രക്ഷോഭത്തിന് വേണ്ടിക്കൊണ്ട് അണിനിരന്നവരാണല്ലോ നമ്മൾ മനസ്സിലാക്കണം. ആ പൗരത്വ പ്രക്ഷോഭത്തെ സാക്ഷാൽ അമിത്ഷക്കും സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും സ്വന്തം മൂക്കിൻ തുമ്പത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് തുടക്കം കുറിച്ച ഒരു പോരാട്ട വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതങ്ങ് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ, അതങ്ങ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, അതങ്ങ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അതങ്ങ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ വിദ്യാർത്ഥി ചെറുപ്പക്കാരെ, അവിടുത്തെ വിദ്യാർത്ഥി യുവജനങ്ങളെ തെരുവിലിറങ്ങിക്കൊണ്ട് പോരാട്ടത്തിനിറക്കിക്കൊണ്ട് ആ പോർമുഖം, പുതിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പോർമുഖത്തെ ഈ നാട്ടിലെ ജനതയ്ക്ക് പരിചയപ്പെടുത്തിയ ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ നമുക്കറിയാം, ഇവിടത്തെ നിരന്തരമായി കൊണ്ട് ഇവിടത്തെ ഒരു ജനസമൂഹത്തെ, പിന്നോക്കം നിൽക്കുന്ന ദളിതാദിവാസി വിഭാഗങ്ങളെ, ഇവിടത്തെ മതന്യൂനപക്ഷങ്ങളെ, ആ മതന്യൂനപക്ഷങ്ങളെയും ദളിതാദിവാസി വിഭാഗങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടത്തെ സവർണ അഗ്രഹാരങ്ങളായി മാറ്റപ്പെട്ടിട്ടുള്ള ഇവിടത്തെ സവർണ വിഭാഗങ്ങളിൽ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ജാതീയപരമായിട്ടുള്ള വിവേചനത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇവിടത്തെ ജനസമൂഹം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ചരിത്ര സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ സവിശേഷമായി കൊണ്ട് ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ജനസമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തോട് പ്രാദേശികമായിട്ടുള്ള ഒരു വിവേചനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേരളമെന്ന ഐക്യ കേരളമെന്ന് രൂപപ്പെട്ടത് മുതൽ ഇവിടത്തെ വിദ്യാഭ്യാസം, ഇവിടത്തെ തൊഴില്, ഇവിടത്തെ വിഭവങ്ങൾ, ജോലികൾ, അധികാരങ്ങൾ, മുഴുവൻ സംവിധാനങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെ തന്നെയും ഇവിടത്തെ ജനസംഖ്യക്ക് അധിഷ്ഠിതമായിക്കൊണ്ടോ ജനസംഖ്യാധിഷ്ഠിതമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു പ്രദേശത്തെ പ്രാതിനിധ്യത്തെ വിലയിരുത്തിക്കൊണ്ടോ അല്ല അത് വിഭവങ്ങൾ ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത്തരത്തിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയെ ചരിത്രപരമായി കൊണ്ട് യാതൊരു തരത്തിലും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ ഇവിടത്തെ നിരന്തരമായി കൊണ്ട് മലപ്പുറം ജില്ലയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമുദായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് അടക്കം ഈ മലപ്പുറം ജില്ലയെ ഭരിച്ചിട്ടും ഇവിടത്തെ വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഇവിടത്തെ പാവപ്പെട്ട 10ാം ക്ലാസ് പാസ്സായ മക്കൾക്ക് പഠിക്കാൻ +1 സീറ്റില്ല എന്ന ഈ പുതിയ കാലത്തെ പുതിയ കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ഇവിടത്തെ 10ാം ക്ലാസ് പാസ്സായ +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിക്കൊണ്ട് സമര പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇവിടത്തെ പോലീസിനോട്, CPM-ന്റെ പിണറായി വിജയന്റെ പോലീസിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് ജയിൽവാസം അനുഷ്ഠിച്ച് ഈ മലപ്പുറത്തിലെ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളുടെ പഠനാവകാശം ഉറപ്പുവരുത്താൻ വേണ്ടി സമരരംഗത്ത് നിലയുറപ്പിച്ച ഒരു മൂവ്മെന്റ് കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, വിവേചനം അനുഭവിക്കുമ്പോൾ അവിടെ ഓടിയെത്തിക്കൊണ്ട് അവിടെ നീതി സ്ഥാപിക്കാൻ വേണ്ടിക്കൊണ്ട് പോർമുഖത്ത് നിലയുറപ്പിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന ഒരു മൂവ്മെന്റാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം നമ്മൾക്കറിയാം. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ അധ്യക്ഷ ഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലും എല്ലാം സൂചിപ്പിച്ചു, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കഴിഞ്ഞ 8 വർഷം മുമ്പ് എന്തോ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഈ നാട്ടിലുണ്ട്, അതുകൊണ്ട് സവിശേഷമായിക്കൊണ്ട് എന്തോ ഒരു പുതിയ രാഷ്ട്രീയം ഞങ്ങൾക്ക് അങ്ങ് പറയാം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങ് നടത്താമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പൂതി കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിലോ ജനസമൂഹത്തിന് മുന്നിലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി എഴുന്നേറ്റ് വന്നവരല്ല. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനം, അതൊരു പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. ഏതാണ് ആ പോരാട്ടമെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ സാധിക്കും.
ഇന്ത്യ മഹാരാജ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത ജാതി സമൂഹങ്ങള്, വ്യത്യസ്ത മതസമൂഹങ്ങള്, വ്യത്യസ്ത വർണ്ണങ്ങള്, വ്യത്യസ്ത വർഗങ്ങള്, വ്യത്യസ്ത വിഭാഗങ്ങള്, വ്യത്യസ്ത വേഷങ്ങള്, ഭാഷകള്, അങ്ങനെ പ്രദേശങ്ങളിൽ ലിംഗങ്ങളടക്കം വിവിധങ്ങളായ വ്യത്യസ്തതകളിലും വൈവിധ്യങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു കഴിഞ്ഞ 947 സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ആ ജനസമൂഹങ്ങൾ ഒന്നടങ്കം പോരാടിയിരുന്നു. ഇവിടത്തെ മുസ്ലിമും, ഇവിടത്തെ ക്രിസ്ത്യനും, ഇവിടത്തെ ദളിതനും, ഇവിടത്തെ ആദിവാസിയും, ഇവിടത്തെ പിന്നോക്കക്കാരനടക്കം പോരാടിയ സ്വാതന്ത്ര്യത്തിന്റെ ബാക്കിപത്രമാണ് നമ്മൾ ഇപ്പോഴും രുചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ആ സ്വാതന്ത്ര്യ പോരാട്ടം ഇവിടത്തെ പിന്നോക്കക്കാരൻ ആ സ്വാതന്ത്ര്യ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാവശ്യം കൂടി ഇവിടുത്തെ പിന്നോക്കക്കാരൻ മുന്നോട്ട് വെച്ചിരുന്നു. അതെന്താണ്? അങ്ങനെ ഇവിടുത്തെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെല്ലാം തന്നെ അവസാനിച്ചൊരു റിപ്പബ്ലിക്കായിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യം യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ ഒരു ഭരണകൂട സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാകും. ഇവിടെ ഒരു രാഷ്ട്ര സംവിധാനം, ഭരണ സംവിധാനം, ഭരണഘടനാനുസൃതമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ യാഥാർത്ഥ്യമാകും. ആ യാഥാർത്ഥ്യമാകുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ ഇവിടത്തെ ദളിതന്റെ, ഇവിടത്തെ ആദിവാസിയുടെ, ഇവിടത്തെ പിന്നോക്കക്കാരന്റെ, ഇവിടത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ, ഇവിടത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇവിടത്തെ ആ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച മതപരമായ ജാതീയപരമായ വിവേചനത്തിന്റെ കയ്പുനീര് നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കാരണം അക്കാലഘട്ടത്തിലെ ജാതീയതയുടെ ഏറ്റവും കരാളഹസ്തങ്ങളെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത്രത്തോളം ജാതീയമായിട്ടുള്ള വേർതിരിവിന്റെ, ഐത്തത്തിന്റെ, ജാതിപരമായിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മൃഗീയപരമായിട്ടുള്ള ജാതീയതയും കൊടികൊത്തുവാണികൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളതാ നമുക്കറിയാം. ആ ജാതീയതയോട് പോർമുഖത്ത് നിന്നവരാ ഇവിടത്തെ ഈ രാജ്യത്തെ, ഈ കേരളത്തിലെ തന്നെ പോർമുഖങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള പലരും. നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഈ രാജ്യത്ത് ജാതീയത പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങ് സവർണൻ, അങ്ങ് ബ്രാഹ്മണൻ, ആ മേൽജാതിക്കാരനായ സവർണൻ ഇരുന്ന ഇരിപ്പിടത്തിലെങ്ങാനും ഒരു പാവപ്പെട്ട പിന്നോക്കക്കാരൻ ഇരുന്നാൽ, ഒരു താഴ്ന്ന ജാതിക്കാരൻ ഇരുന്നാൽ അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവന്റെ പൃഷ്ഠം ഛേദിക്കുന്ന തരത്തിലുള്ള അത്രത്തോളം മൃഗീയമായിട്ടുള്ള, അത്രത്തോളം കിരാതമായിട്ടുള്ള ജാതിയുമായി കൊണ്ടാണ് ഇവിടത്തെ സാമൂഹിക ക്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ നങ്ങേലി എന്ന കഥാപാത്രത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അക്കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് സ്വന്തം ശരീരത്തിന്റെ ഒരു അവയവത്തിന് നികുതി കൊടുക്കുക എന്നുള്ളത്. നമ്മളൊക്കെ നികുതി കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാ. ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കുന്നുണ്ടെങ്കിൽ, ഒരു 10 രൂപക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, സാധനം വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു അംശം നമ്മൾ നികുതിയായിട്ട് കൊടുക്കുന്നവരാ. അതിനപ്പുറം ചരിത്രത്തിലുണ്ടായിരുന്ന നികുതി എന്ന് പറഞ്ഞാൽ ശരീരത്തിലൊരു അവയവത്തിന് പോലും കരം കൊടുക്കണം എന്നുള്ളതാ, മുലക്കരം കൊടുക്കണം എന്നുള്ളതാ. അങ്ങനെ മുലക്കരം ചോദിച്ചുകൊണ്ട് രാജാവിന്റെ കിങ്കരന്മാര് നങ്ങേലിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നങ്ങേലിയുടെ വീട്ടിലേക്ക് രാജാവിന്റെ കിങ്കരന്മാര് മുലക്കരം ചോദിച്ചുകൊണ്ട് കടന്നു വരുമ്പം അവിടെ കൊടുക്കേണ്ട മുലക്കരത്തിന് പകരമായി കൊണ്ട് സ്വന്തം മാറ് ഛേദിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് ജാതീയതക്കെതിരെയുള്ള ഐതിഹാസികമായ പോരാട്ടത്തിനൊരു പെണ്ണ് കേരളത്തിന്റെ ചരിത്രത്തില് സാന്നിധ്യം തെളിയിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. അത്രത്തോളം കിരാതമായ ജാതീയത ഈ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ജാതീയത നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ആ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം പറഞ്ഞു, ഇവിടുത്തെ പിന്നോക്കക്കാരൻ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ചിലപ്പം പരിതാപകരമാവും. ഇവിടെ ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാകും, ശരിയാണ്. ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കൊക്കെ ചിലപ്പം യാഥാർത്ഥ്യമാകും, ശരിയാണ്. പക്ഷേ ഇവിടത്തെ ശ്രേണീകൃത, ഇവിടത്തെ തട്ടുകളായി തിരിച്ചുള്ള ബ്രാഹ്മണന് അധികാരം കൊടുക്കുന്ന താഴെ തട്ടിലുള്ള ഇവിടത്തെ ദളിതനും ആദിവാസിയും പട്ടിയെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന, കരിമ്പിൻ ചണ്ടികളെ പോലെ ചവച്ചരച്ച് തുപ്പിക്കൊണ്ടുള്ള തുപ്പപ്പെട്ട ഒരു അവശിഷ്ടങ്ങളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഇവിടുത്തെ പിന്നോക്കക്കാരൻ, അവൻ ഈ സ്വാതന്ത്ര്യവും ഈ പറയുന്ന മതനിരപേക്ഷതയും ഈ പറയുന്ന ജനാധിപത്യമൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ കൂടെ അവർ ഇത്തരത്തിലുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള അധികാരങ്ങളിൽ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ, വിദ്യാഭ്യാസങ്ങളിൽ
ഇവിടുത്തെ ഉദ്യോഗങ്ങളിലടക്കം ഈ രാജ്യത്തിലെ ഇവിടുത്തെ ജനസമൂഹങ്ങൾക്ക്, ഇവിടുത്തെ പിന്നോക്ക ജനസമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പോർമുഖം കൂടി അവർ തുറന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഇതിന്റെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സവർണ ബ്രാഹ്മണ വിഭാഗങ്ങളിൽ നിന്നും ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ സ്വത്തും ഇവിടുത്തെ ഭൂമിയും ഇവിടുത്തെ വിഭവങ്ങളും ഇവിടുത്തെ ഉദ്യോഗവും കൈവശം വെച്ചിരിക്കുന്ന സവർണ ബ്രാഹ്മണ വിഭാഗങ്ങൾക്കെതിരെ തുറന്ന പോരാട്ടത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭങ്ങൾ അടക്കം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോരാട്ടത്തിന്റെ തുടർച്ചയിലാണ് ഈ മൂവ്മെന്റ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ സവിശേഷകരമായിക്കൊണ്ട് എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണോ, എന്ത് തരത്തിലുള്ള സാമൂഹിക ക്രമമാണോ നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധമുള്ള പ്രസ്ഥാനമാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ജാതീയത ഇന്നും ഇവിടെ തീർന്നിട്ടില്ല. ആ ജാതീയതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഇന്നും നിർവാദം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാ. നമുക്കറിയാം, രോഹിത് വെമുല ഈ മൂവ്മെന്റിന്റെ തുടക്കം മുതലേ സംസാരിച്ചുകൊണ്ടിരിക്കുക. രോഹിത് വെമുല, നജീബ് അഹമ്മദ്, അതുപോലെ തന്നെ ഫാത്തിമ ലത്തീഫ്, ഇവരൊക്കെ ആരായിരുന്നു? ഇവരൊക്കെ ഇവിടുത്തെ പിന്നാക്ക ജനസമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഇവിടുത്തെ സവർണ അഗ്രഹാരങ്ങളായി മാറ്റപ്പെട്ട ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനവൽകൃതമായ കൊലപാതകങ്ങൾക്ക് ഇരയായവരായിരുന്നു അവരെന്നുള്ളതാണ്. എന്താണ് അതിന് കാരണം? അവർ ജനിച്ച ജാതി തന്നെയായിരുന്നു കാരണം എന്നുള്ളതാണ്. അങ്ങനെ ജാതീയതയുടെ പേരിൽ ഈ അഭിനവകാലത്തും ഈ പുരോഗമന കാലത്തും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ, ഇത്തരത്തിൽ ജനസമൂഹങ്ങൾ വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് ആ ജാതീയതക്കെതിരെയുള്ള പിൻകാലഘട്ടങ്ങളിൽ ഇവിടുത്തെ മഹാരഥന്മാർ നിർവഹിച്ച ആ പോരാട്ടത്തെ വീണ്ടും ഈ ജനസമൂഹങ്ങൾക്ക് മുന്നിൽ വീണ്ടും പുനരാവിഷ്കരിക്കാൻ ഈ മൂവ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം, എന്താണ് ഇവിടുത്തെ പുരോഗമനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ ഗവൺമെന്റുകൾ, സർക്കാരുകളൊക്കെ എന്താണ് അതിനോട് നിലപാട് സ്വീകരിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാ. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ച നടന്നു. അതെന്താണ്? കേരളത്തിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ മന്ത്രി, അദ്ദേഹത്തെ കേരളത്തിൽ നിന്നും പറഞ്ഞയച്ചത് അദ്ദേഹമെങ്ങാനും കേരളത്തിലെ ഒരു പട്ടികജാതിക്കാരനായ കെ രാധാകൃഷ്ണനെങ്ങാനും കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിയായി കൊണ്ട് വരേണ്ടി വരുമോ? അങ്ങനെ CPM-കാർക്ക് ഒരു ദളിതനായ, ഒരു പിന്നോക്കക്കാരനായ മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടി വരുമോ എന്ന പ്രശ്നത്തിൽ, എന്ന ഒരു വിചാരത്തിൽ നിന്നാണ് അദ്ദേഹത്തെ കേരളത്തിൽ നിന്നും പറഞ്ഞയച്ചത് എന്ന് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തി പ്രസ്താവിച്ചു. എന്താണ് അതിനെതിരെ അദ്ദേഹം പ്രസ്താവന ഇറക്കിയപ്പോൾ എന്താണ് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞത്? എന്താ ജാതി രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞ്, സ്വത്ത് രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ജാതി ജനസമൂഹങ്ങൾ, ഇവിടുത്തെ പിന്നോക്ക ജനസമൂഹങ്ങൾ അവർ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതീയപരമായിട്ടുള്ള വിവേചനം, പീഡനം, ജാതീയപരമായിട്ടുള്ള അതിക്രമങ്ങൾ, അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ, അതിനെതിരെ സംസാരിക്കുമ്പോൾ, ശബ്ദിക്കുമ്പോൾ പോലും CPM നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണ് ജാതി രാഷ്ട്രീയം വരരുത്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ജാതിയുമില്ലാത്ത, ഒരു മതവുമില്ലാത്ത പുരോഗമനത്തിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് പറയുന്ന ആ CPM-നകത്തു തന്നെ ഒരു മന്ത്രി അനുഭവിച്ച ജാതീയതയുടെ തീക്ഷ്ണമായ അധ്യായങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാ. നിങ്ങൾക്കറിയാൻ സാധിക്കും, അങ്ങ് കണ്ണൂരിൽ കേരളത്തിലെ CPM-ന്റെ ഈറ്റില്ലമാണ്, പോറ്റില്ലമാണ് അവിടുത്തെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിൽ. ആ പയ്യന്നൂരിൽ ഒരു ക്ഷേത്രത്തിൽ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടുത്തെ പയ്യന്നൂരിലെ, കണ്ണൂരിലെ മുഴുവൻ ക്ഷേത്ര ടെസ്റ്റുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഭാരവാഹികളൊക്കെ തന്നെ അവിടുത്തെ CPM-ന്റെ ജില്ലാ, ഏരിയ, ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരൊക്കെ ഉണ്ടാകും.
അങ്ങനെ ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ ഒന്നടങ്കമുള്ള അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ അത്തരം CPM-ന്റെ നേതാക്കൾ അടക്കമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക്, നമ്പ്യാത്ര എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് അതിന്റെ നടപ്പന്തൽ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഈ പറയുന്ന K. രാധാകൃഷ്ണൻ വരികയാണ്. അങ്ങനെ നടപ്പന്തലിൽ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നിലവിളക്ക് കൊളുത്താണ്. അങ്ങനെ മുഖ്യ പുരോഹിതൻ തന്ത്രി നിലവിളക്കിന് തീ കൊടുത്തുകൊണ്ട് അത് നേരിട്ട് മന്ത്രിക്ക് കൈമാറാതെ നിലത്ത് വെച്ചു. മന്ത്രിയോട് അത് എടുത്തുകൊണ്ട് കൊളുത്താൻ ആവശ്യപ്പെടാ. എന്താ ആ തന്ത്രി ബ്രാഹ്മണനായ ആ മേൽജാതിക്കാരനായ തന്ത്രി ആ കീഴ്ജാതിക്കാരനായ പട്ടികജാതിക്കാരനായ മന്ത്രിക്ക് അത് കൊടുത്താൽ അവിടെ അയിത്തമാണ്, ജാതിയാണ്. ആരോടാണ് ജാതി? കേരളത്തിലെ ഒരു മന്ത്രിയോടാണ് ജാതി. 2024 കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ ഒരു മന്ത്രിയോടാണ് ജാതിപരമായിട്ടുള്ള അയിത്തം. എവിടെ വെച്ചാണ് കൂട്ടരെ നടക്കുന്നത്? CPM-ന്റെ പാർട്ടി ഗ്രാമത്തിൽ എവിടെ വെച്ചുകൊണ്ടാ കൂട്ടരെ നടക്കുന്നത്? ഭരണസമിതിയിൽ CPM-ന്റെ നേതാക്കൾക്കടക്കം പങ്കാളിത്തമുള്ള ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ടാ. അങ്ങനെ ആ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം ആരും പുറത്തു കൊണ്ടുവന്നില്ല. അതിനെക്കുറിച്ച് കൊണ്ട് ചോദ്യമില്ല, അതിനെക്കുറിച്ച് കൊണ്ട് വർത്തമാനമില്ല. 7-8 മാസങ്ങളോളം ആ വിഷയം കേരളത്തിലെവിടെയും ചർച്ചയായില്ല, വർത്തമാനമായില്ല. ഇവിടത്തെ ജാതീയതക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന, ഫാസിസത്തിനെതിരെ വാളെടുത്തുകൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ ഫേസ്ബുക്കിലും ഇവിടുത്തെ വാട്സപ്പിലുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഗമന സാംസ്കാരിക ബുദ്ധിജീവികൾക്കൊന്നും അതിനെക്കുറിച്ചൊരു വാക്കും ഉരിയാടാനുണ്ടായില്ല. അങ്ങനെ നിവർത്തികോട് കൊണ്ട് 8 മാസം കഴിഞ്ഞിട്ട് ഒരു പൊതുസദസ്സിൽ വെച്ചുകൊണ്ട് സാക്ഷാൽ K. രാധാകൃഷ്ണൻ തന്നെയാണ് ആ സന്ദർഭത്തിൽ താൻ അനുഭവിച്ച ജാതീയപരമായിട്ടുള്ള അധിക്ഷേപത്തെ കുറിച്ചുകൊണ്ട് ഈ ജനസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതാ നമ്മൾ മനസ്സിലാക്കണം. ജാതിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം ഒരു മന്ത്രി ഒരു പൊതുസദസ്സിൽ നിന്നും നേരിട്ടിട്ട് ആ മന്ത്രി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ ഒരുത്തൻ പോലും അതിനെതിരെ ശബ്ദിച്ചില്ല എന്നുള്ളതാ. DYFI രംഗത്തിറങ്ങിയോ? ഇല്ല. CPM രംഗത്തിറങ്ങിയോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, CPM-നകത്തും ചീഞ്ഞു നാറുന്ന ജാതിക്കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഗോവിന്ദന്റെ പ്രസ്താവന, നിങ്ങൾ ജാതി രാഷ്ട്രീയം പറയരുത്, നിങ്ങൾ സ്വത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ജാതി യാഥാർത്ഥ്യമാണ്, ഇവിടെ സ്വത്തും ഐഡന്റിറ്റി യാഥാർത്ഥ്യമാണ്. ഇവിടെ മുസ്ലിമുണ്ട്, ഇവിടെ ക്രിസ്ത്യനുണ്ട്, ഇവിടെ ഹിന്ദുവുണ്ട്, ഇവിടെ ദളിതനും ആദിവാസിയും പിന്നോക്കക്കാരനുമുണ്ട്. ആ ദളിതനും ആദിവാസിയും ക്രിസ്ത്യനും ഹിന്ദുവുമെല്ലാം തന്നെ ഏതൊരു മതത്തെ പ്രതിനിധീകരിച്ചാണോ ഏതൊരു ജാതിയിലാണോ നിലനിൽക്കുന്നത്, ആ ജാതിപരമായിട്ടുള്ള അയിത്തവും വിവേചനവും ഇവിടുത്തെ ഭരണകൂടങ്ങളിൽ നിന്നടക്കം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ അതിസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയണ്ടേ. ജാതിയെക്കുറിച്ച് വായു മൂടിക്കെട്ടിയിട്ടാണ് കൂട്ടരെ ജാതിക്കെതിരെ പോരാട്ടം നയിക്കേണ്ടത്. ജാതി എന്ന വാക്കുച്ചരിക്കാതെയാണ് കൂട്ടരെ ജാതിക്കെതിരെ പോരാട്ടം നയിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ മുസ്ലിം ജനസമൂഹം സവിശേഷകരമായി കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾ മിണ്ടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റികളെ മറച്ചു വെച്ചുകൊണ്ടാണ്, ഞങ്ങൾ മതേതരത്വം സംസാരിച്ചു കൊണ്ടാണോ അവിടെ അതിജീവന പോരാട്ടം നടത്തേണ്ടത് എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജനസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും എന്താണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെ തട്ടമൂരിച്ചുകൊണ്ട് പുരോഗമനം പഠിപ്പിച്ചവരാണ് CPM-കാരാണെന്ന് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റി അംഗം മലപ്പുറം ജില്ലയിൽ വന്നുകൊണ്ട് പറയാ, മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെ പുരോഗമനം പഠിപ്പിച്ചത് തട്ടമൂരിക്കൊണ്ട് പുരോഗമനം പഠിപ്പിച്ച് ഞങ്ങളാണെന്നാ. നിങ്ങൾക്ക് പുരോഗമനം പഠിപ്പിക്കാൻ സാധിക്കും. അതിന് ഈ ജനസമൂഹങ്ങളുടെ ഐഡന്റിറ്റികൾ നിങ്ങൾക്ക് ഇല്ലാതാക്കണം, അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള ചിഹ്നങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കണം. അങ്ങനെ അവരുടെ മുഴുവൻ കൾച്ചറിനെയും സാംസ്കാരികപരമായിട്ടുള്ള ചിഹ്നങ്ങളെയും അവരുടെ ജീവിതശീലങ്ങളെയും അവരുടെ മതപരമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള ഐഡന്റിറ്റികളോ ഒന്നടങ്കം ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങൾ വരച്ചുണ്ടാക്കുന്ന ഫ്രെയിമിനകത്ത്, നിങ്ങൾ വരച്ചുണ്ടാക്കുന്ന മതേതരത്വം എന്ന ഫ്രെയിമിനകത്ത് നിൽക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തട്ടമണിഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ പോർമുഖം തുറന്ന് പുരോഗമനമെന്ന് നിങ്ങൾ പറയുന്ന ആ പുരോഗമനത്തെ പിച്ചിച്ചിന്നുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ, രാജ്യത്തെ കലാലയങ്ങളിൽ, കേരളത്തിന്റെ തെരുവുകളിൽ ഇന്ന് പോർമുഖത്ത് അണിനിരന്നിരിക്കുന്ന തട്ടമിട്ട പെൺകുട്ടികൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിലും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റുപറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടത്തെ ഒരു ജാതിയുള്ളവനും ഇവിടത്തെ ഒരു മുസ്ലിമിനും ഇവിടത്തെ ഒരു പിന്നോക്കക്കാരനും അവന്റെ ജാതിയും അവന്റെ മതവും അങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ പുരോഗമനം പറയാൻ സാധ്യമല്ല എന്നുള്ളതാ
ഏത് ജാതിയിൽ നിന്നുകൊണ്ടാണോ അവൻ ഐത്തം നേരിടുന്നത്, ഏത് ജാതിയിൽ നിന്നുകൊണ്ടാണോ അവന് വിവേചനം നേരിടുന്നത്, ആ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ആത്മാഭിമാന ബോധത്തോടു കൂടി ആ ജാതി ബോധത്തിനെതിരെ, ആ ജാതി വിവേചനത്തിനെതിരെ ശബ്ദിക്കുവാനുള്ള അവകാശം ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ്. ആ പോരാട്ടങ്ങളെയാണ്, ആ അംശങ്ങളെയാണ്, ആ സാമൂഹ്യ നീതിയെയാണ്, ആ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഇടപെടലുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഇവിടെ വ്യത്യസ്ത ജാതികളുണ്ട്, ഇവിടെ വ്യത്യസ്ത വർണ്ണങ്ങളുണ്ട്, ഇവിടെ വ്യത്യസ്ത ജനസമൂഹങ്ങളുണ്ട്. ആ വ്യത്യസ്ത ജനസമൂഹങ്ങൾ ഒന്നടങ്കം അവർക്ക് ഇവിടത്തെ വിഭവങ്ങൾ, ഇവിടത്തെ ഭൂമി നമ്മൾ മനസ്സിലാക്കണം. ഇവിടത്തെ ആദിവാസിക്ക് ഭൂമി ലഭിച്ചിട്ടുണ്ടോ? കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണമെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലോ CPM-ന്റെ നേതാക്കള്. ഇവിടുത്തെ CPM-ന്റെ നേതാക്കള് ഭൂപരിഷ്കരണത്തെ കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഭൂപരിഷ്കരണം നടത്തിയിട്ട് കേരളത്തിന്റെ മണ്ണെല്ലാം, കേരളത്തിന്റെ ഭൂമിയെല്ലാം ആർക്കാണ് തീരെഴുതി കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജന്മിമാർക്കായിരുന്നു, ഇവിടുത്തെ മാടമ്പിമാർക്കായിരുന്നു. പാവപ്പെട്ട ദളിതനെ ഇങ്ങ് മലപ്പുറം ജില്ലയിലെ വനാന്തരങ്ങളിൽ, അങ്ങ് നിലമ്പൂരിൽ, അങ്ങ് വയനാട്ടിൽ, അങ്ങ് ഇവിടുത്തെ പിന്നോക്ക പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, വനം പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ആദിവാസി ജനസമൂഹങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു തുണ്ട് ഭൂമിയില്ലാതെ കോളനികളിൽ നീങ്ങി നിറങ്ങിക്കൊണ്ട് മൃഗതുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ദളിതരെയും ആദിവാസിയെയും പിന്തള്ളിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും എന്നുള്ളതാ. ഇതാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക വിഭവം ഭൂമി ഇവിടുത്തെ ജനസമൂഹങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടണം. ഇവിടുത്തെ പിന്നോക്ക ജനസമൂഹങ്ങൾക്ക്, ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി ലഭിക്കണം. ഇവിടുത്തെ ദളിതനും ആദിവാസിക്കും അവന്റെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അവന്റെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ ഉന്നതിയുടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാഹചര്യം ഒരുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗങ്ങളിൽ, ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ, ഇവിടുത്തെ കളക്ടറേറ്റില്, അങ്ങനെ കളക്ടറേറ്റിൽ തുടങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ ഒന്നടങ്കം മുഴുവൻ ഉദ്യോഗ തലങ്ങളിലും ഇവിടുത്തെ ജനസമൂഹത്തിന്റെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യത്തിന് അധിഷ്ഠിതമായിക്കൊണ്ട് അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകണമെന്നാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 80% വരുന്ന ജനസമൂഹം പിന്നോക്ക ജനസമൂഹം. ആ പിന്നോക്ക ജനസമൂഹത്തിന് അവകാശപ്പെട്ട ഭൂമിയും മണ്ണും വിദ്യാഭ്യാസവും അധികാരവും അതെല്ലാം തന്നെ 20% വരുന്ന ഒരു മേൽജനത, ഒരു സവർണ ജനത കൈവശം വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള സംവരണമെന്ന ഇവിടുത്തെ പട്ടികജാതിക്കാരന്, ഇവിടുത്തെ പിന്നോക്കക്കാരന്, ഇവിടുത്തെ OBC സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗക്കാരന് ആ അനുശാസിക്കുന്ന സംവരണത്തിന് വേണ്ടിക്കൊണ്ടും ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പോരാട്ടം തുടങ്ങിയത് എന്നുള്ളതാ. നിങ്ങൾ പരിശോധിക്കണം. അത്തരത്തിൽ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള വിഭവങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ, അധികാരങ്ങളിൽ, ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമായിക്കൊണ്ടാണ് ഈ മൂവ്മെന്റ് അതിന്റെ ജൈത്യയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോരാട്ടത്തിന് ആരാണ് ഞങ്ങൾക്ക് പ്രചോദനം? ഈ പോരാട്ടത്തിന് ആരാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന് മാതൃക എന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, ഇതൊരു പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. ആരാണ് ആ പോരാട്ടത്തിന്റെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും, അതിൽ മഹാനായ ഭീംറാവു അംബേദ്കർ ഉണ്ട്. അംബേദ്കർ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായിക്കൊണ്ട് അവരോധിതനായത് അതിവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഔദാര്യം കൊടുത്തതിന്റെ പേരിലല്ല. അല്ലെങ്കിൽ അന്ന് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഔദാര്യം കൊടുത്തുകൊണ്ട് ഈ അംബേദ്കറിനെ അവിടെ അവരോധിച്ചതല്ല. സ്വന്തം വിദ്യാഭ്യാസത്തിലൂടെ, പ്രയത്നത്തിലൂടെ, പോരാട്ടത്തിലൂടെ നേടിയെടുത്തൊരു സ്ഥാനമായിരുന്നു ഈ രാജ്യത്തെ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഭരണഘടനാ രൂപീകരണ സമിതിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനസമൂഹങ്ങൾക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി, ആദിവാസിക്ക് വേണ്ടി, ദളിതന് വേണ്ടി അദ്ദേഹം തന്റെ പൂർമുഖം തുറന്നത് എന്നുള്ളതാ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന അംബേദ്കർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അംബേദ്കറെ കുറിച്ചൊക്കെ എന്നു മുതലാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാ. കേരളത്തിലെ നവോത്ഥാനം, ഇന്ത്യയുടെ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ അവിടുത്തെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ, നവോത്ഥാനത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പേരുകളിലൊന്നും ആദ്യകാലങ്ങളിലൊന്നും ഈ പറയുന്ന അംബേദ്കറെ പോലെയുള്ള മഹാമനീഷികളെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാ. അത് നമുക്ക് പറയാം.
നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ ഈ പോരാട്ടത്തിന്റെ പോർമുഖം തുറന്ന വേറെയും വ്യക്തികൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടെന്നുള്ളതാ. മഹാത്മാ അയ്യങ്കാളി ഇവിടത്തെ പുലയ സമുദായത്തിന്, ഇവിടത്തെ പിന്നോക്ക ദളിത് സമുദായത്തിന്, ഇവിടത്തെ പിന്നോക്ക ആദിവാസികൾ ഉൾക്കൊള്ളുന്ന പിന്നോക്ക സമൂഹത്തിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ആത്മാഭിമാനബോധത്തോടു കൂടിക്കൊണ്ട് പോർമുഖങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ പ്രചോദിപ്പിച്ച കേരളക്കരയിലെ മഹാനായ മഹാത്മാ അയ്യങ്കാളി. ഈ മഹാത്മാ അയ്യങ്കാളിയും കേരളത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയതിന്റെ ഒരു ചരിത്രപരമായ തിരിമറി കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാ. കേരളത്തെ ചരിത്രം പഠിപ്പിച്ചതാരാ? ഇവിടുത്തെ പുരോഗമന ഇടതുപക്ഷം. കേരളത്തിന്റെ ചരിത്രം ഞങ്ങളാണെന്നാണ്. കേരളത്തിന്റെ ചരിത്രം പുരോഗമനവൽക്കരിച്ചത്, കേരളത്തിൽ പുരോഗമനം നടപ്പിലാക്കിയത് ഇടതുപക്ഷമാണെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ ഇടതുപക്ഷം ഇന്നിപ്പോഴും അവരുടെ മാസ്റ്റർ പീസ് ആയിക്കൊണ്ട് ഉയർത്തിക്കാട്ടുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. സഖാവ് EMSന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 1100ഓളം പേജുള്ള ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രം എന്ന പേരിൽ EMS രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരിടത്ത് മഹാനായ അംബേദ്കറെ കുറിച്ച് ഒരു പേരെങ്കിലും സൂചിപ്പിച്ചു പോകുന്നുണ്ടോ? നിങ്ങൾ എന്നിട്ട് പരിശോധിച്ച് നോക്കണം. അതുപോലെ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സഖാക്കളൊക്കെ വായിച്ചു പഠിക്കുന്ന അവരുടെ പാർട്ടി ക്ലാസുകളിൽ അവരുടെ താത്വിക അവലോകനങ്ങൾ മാനിഫെസ്റ്റോകളായിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഇവിടത്തെ ഏത് പൊതു ലൈബ്രറിയിലും ഏത് നാട്ടുംപുറത്തെ ലൈബ്രറിയിലും പോയാൽ കിട്ടുന്ന പുസ്തകമാണ് സഖാവ് EMSന്റെ പുസ്തകങ്ങൾ. ആ EMSന്റെ പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എവിടെയെങ്കിലും മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ? ആരായിരുന്നു മഹാത്മാ അയ്യങ്കാളി? മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത് ഈ പറയുന്ന തൊഴിലാളിപത്യ സർവാധിപത്യം, തൊഴിലാളി സർവാധിപത്യം അടിസ്ഥാന ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പുരോഗമന ഇടതുപക്ഷം കേരളത്തിന് രാജ്യത്തിന് പരിചയപ്പെടുത്തിയ ആ കർഷക പ്രക്ഷോഭങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ കർഷകരെ അണിനിരത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പണിമുടക്കെന്ന് പറയുന്ന ഒരു സമരരീതി ആവിഷ്കരിച്ച ഒരു മഹാനായ നേതാവായിരുന്നു എന്നുള്ളതാണ്. ആ മഹാനായ നേതാവിന്റെ ചരിത്രത്തെ പോലും തങ്ങളുടേതായിക്കൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷമാണ് പുരോഗമനത്തിനും നവോത്ഥാനത്തിനും കാരണക്കാരെന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പറയുന്നത് അങ്ങനെ ചരിത്രത്തെ അങ്ങ് കൈവശപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പിന്നോക്കക്കാരനും ഇവിടുത്തെ ദളിതനും ഇവിടുത്തെ പിന്നോക്കക്കാരനും അവകാശപ്പെട്ട പോരാട്ടത്തിന്റെ ചരിത്രത്തെ അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കുത്തകയാക്കിക്കൊണ്ട് ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിക്കാൻ സന്നദ്ധ നിങ്ങളോട് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചരിത്രത്തിന്റെ പോരാട്ടങ്ങളിൽ, ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഇന്ന് ഈ മണ്ണിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ. നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മൾക്കുമുണ്ട് 921 പോരാട്ടത്തിന്റെ ഉറക്കമില്ലാത്ത രാവുകളുടെ ചരിത്രം നമ്മൾക്കുണ്ട്. നമ്മുടെ ഉപ്പൂപ്പമാർ, നമ്മുടെ ഉമ്മൂമ്മമാർ, നമ്മുടെ അച്ഛനച്ഛൻ അമ്മൂമ്മമാർ അവരൊക്കെയും നമ്മുടെ ചെവികളിൽ കാതുകളിൽ ചൊല്ലിത്തന്ന പോരാട്ടത്തിന്റെ മന്ത്രം നിരന്തരം ഉരുവിട്ടുകൊണ്ടാണ് ഈ മണ്ണിൽ നമ്മൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പുതുനാമകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ അംബേദ്കർ പറഞ്ഞതുപോലെ അങ്ങനെ മുട്ടുകുത്തി നിന്നുകൊണ്ട് യാചിച്ചുകൊണ്ട് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, നിവർന്നു നിന്നുകൊണ്ട് പോരാടിക്കൊണ്ട് മരണമാണെങ്കിൽ മരണം, ആ മരണത്തിലൂടെ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടത്തെ നമ്മുടെ മഹാരഥന്മാർ, ഇവിടുത്തെ വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദാജിയെ പോലെയുള്ള ആലിമുസ്ലിയാരെ പോലെയുള്ള മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളെ പോലെയുള്ള വക്കം അബ്ദുൽ ഖാൻ മൗലവിയെ പോലെയുള്ള ആ പോരാട്ടത്തിന്റെ നായകർ, നേതാക്കൾ, നവോത്ഥാന നേതാക്കൾ അവർ നമുക്ക് കാണിച്ചു തന്ന ആ പോരാട്ടത്തിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ചിരുന്നുകൊണ്ട് പുതിയ കാലത്തിലെ വിവേചനങ്ങൾക്കെതിരെ, മതപരമായ വേർതിരിവിനെതിരെ, വംശീയതക്കെതിരെ, സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന വംശീയതക്കെതിരെ, ഇവിടുത്തെ സവർണ അഗ്രഹാരങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവിടുത്തെ സവർണ അധികാരികളുടെ അധികാര അരമനകളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന്റെ തുടർച്ച, ആ അതിജീവന പോരാട്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനസമൂഹങ്ങളെയും പ്രിയപ്പെട്ട ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.